പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിച്ച് ദൈവം തരുന്ന ദർശനത്തിന് ഒത്ത് യാത്ര ചെയ്യുന്ന വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന 3 പടികളെക്കുറിച്ചാണ് ഒരല്പം മിനിറ്റുകൾ ഞാൻ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ പടി സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് അത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലാണ് ആ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. അവരെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചു. അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തി. ദൈവത്തിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അവരെ അവിടെ നിന്ന് മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്. എന്നാൽ അവർ യോർദാൻ്റെ തീരത്ത് ഇക്കരെ വരെ വന്നപ്പോൾ അവർ അന്ന് പറയുകയാണ്, അതായത് രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രവും പറയുകയാണ്, യജമാനന്മാരെ അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ അടിയങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ ദൈവം വിടുവിച്ചത് അവർ മറന്നുപോയി. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി അവർക്ക് വിടുവിക്കപ്പെട്ടപ്പോൾ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അന്ന് അവർക്ക് ആടുമാടുകളുണ്ട്. അവർ നോക്കിയപ്പോൾ യോർദാൻ്റെ ഇങ്ങേക്കര പച്ചപ്പുല്ലുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് അവിടെ താമസിച്ച മതി എന്ന് പറഞ്ഞു. അതാണ് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു. കൂട്ടായ്മയ്ക്ക് ആളുണ്ടായിരുന്നു, സന്തോഷമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ദൈവം സാധിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ചില ദൈവമക്കളുമായിട്ട് ചേർന്ന് ആരാധിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ട്. അവരവിടെ തന്നെ നിൽക്കാൻ, അവിടെ തന്നെ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ അതിൻ്റെ ഏതാണ്ട് 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന അവസരത്തിൽ അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് ബർസില്ലായി എന്നാണ്. ഈ ബർസില്ലായി യോർദാൻ കരയുടെ ഇങ്ങേ കരയിലാണ് നിൽക്കുന്നത്. അങ്ങേ കരയിൽ നിന്നുകൊണ്ട് ദാവീദ് രാജാവ് വിളിക്കുകയാണ്, ബർസില്ലായി നീ എൻ്റെ കൂട്ടത്തിൽ വാ, യോർദാൻ കടന്ന് നീ എൻ്റെ കൂട്ടത്തിൽ വന്ന് ഞാൻ നിന്നെ എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഞാൻ നിന്നെ താമസിപ്പിക്കാം. അങ്ങനെ വിളിക്കാനും ക്ഷണിക്കാനും കാരണമെന്ന് പറയുന്നത് ദാവീദ് രാജാവ് മകനാൽ രാജസ്ഥാനത്തു നിന്നൊക്കെ മാറ്റപ്പെട്ടു കുറച്ചു പേരുമായി മരുഭൂമിയിൽ കൂടെ പ്രാണരക്ഷാർത്ഥം നടക്കുന്ന അവസരത്തിൽ പട്ടിണിയും മറ്റ് പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ഈ ബർസില്ലായി ധനിയനായ ഒരു വ്യക്തിയായതുകൊണ്ട് അപ്പവും മലരും വെള്ളവും ഒക്കെ കൊടുത്തതായിട്ട് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ രാജാവിൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. ദാവീദ് രാജാവ് പിന്നെയും വന്ന് സിംഹാസനത്തിൽ കൊണ്ട് ഭരണം നടത്തുകയാണ്. ഭരണം നടത്തുന്ന അവസരത്തിൽ തൻ്റെ കഷ്ടകാലത്ത് തന്നെ സഹായിച്ച, ആഹാരമില്ലാതെ വെള്ളമില്ലാതൊക്കെയും മരുഭൂമിയിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞപ്പോൾ തന്നെ സഹായിച്ച ഈ ബർസില്ലായിയെ ഓർത്തു. അതുകൊണ്ടാണ് യോർദാൻ്റെ ഇങ്ങേക്കരെ വന്നു നിന്നുകൊണ്ട് വിളിക്കുന്നത്, ബർസില്ലായി നീ എൻ്റെ കൂട്ടത്തിൽ വാ, ഞാൻ നിന്നെ എൻ്റെ രാജകൊട്ടാരത്തിൽ താമസിപ്പിക്കാം. വിളി കേട്ട് യോർദാൻ കടന്ന് ഈ ബർസില്ലായി ദാവീദിൻ്റെ അടുത്ത് വന്നു. കുറേ ദൂരം, അല്പദൂരം മുന്നോട്ട് പോയിട്ട് ബർസില്ലായി പറഞ്ഞു, ഞാൻ ഇവിടം വരെ വരാനേ വിചാരിച്ചുള്ളൂ. എനിക്കിത്രയും വയസ്സായി, എനിക്ക് നല്ല പ്രായമുണ്ട്. അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, രാജകൊട്ടാരത്തിൻ്റെ താമസം വേണ്ട, രാജകീയ ഭക്ഷണം വേണ്ട, രാജകൊട്ടാരത്തിലെ സന്തോഷവും അനുഭവങ്ങളും വേണ്ട. അപ്പോൾ ദാവീദ് ചോദിച്ച് എന്തിനാ മടങ്ങിപ്പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബർസില്ലായി പറഞ്ഞത്, ഞാൻ തിരിച്ചു പോയി എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടണം. അപ്പോൾ രാജാവിൻ്റെ കൂടെയുള്ള വാസത്തേക്കാൾ, രാജകൊട്ടാരത്തിലെ സന്തോഷ ജീവിതത്തേക്കാൾ ആ ബർസില്ലായി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ മാതാപിതാക്കളുടെ കല്ലറയിൽ അടക്കപ്പെടണമെന്നുള്ളതാണ്. ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടർ യോർദാൻ്റെ അക്കരെ വരെ വന്നുള്ളൂ. ഈ ബർസില്ലായി യോർദാൻ കടഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് പോയി. എന്നാൽ അതാണ് രണ്ടാമത്തെ പടി. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് ഏലിയാവിൻ്റെയും എലിശയുടെയും ചരിത്രമാണ്. അതും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഏലിയാവിൻ്റെ പുറകെ എലിശ ഇറങ്ങിത്തിരിച്ച് ഗിൽഗാലിൽ നിന്നാണ് അവർ യാത്ര പുറപ്പെടുമ്പോൾ ഈ ഏലിയാവ് പറഞ്ഞു, നീ എൻ്റെ കൂട്ടത്തിൽ വരണ്ട എന്ന് പറയുമ്പോൾ എലിശ പറയുന്നത്, ഞാൻ വിടത്തില്ല, ഞാൻ അങ്ങയുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് അവർ ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്ക് പോയി. ബേഥേലിൽ നിന്ന് ഹെരിഗോയിലേക്ക് പോയി. അവിടെ നിന്ന് അവർ യോർദാൻ്റെ തീരത്ത് വന്നു.
യോർദാൻ്റെ തീരത്ത് വന്നപ്പോഴും അത് എലിയാവ് പറയുന്നുണ്ട്, എലിശയെ നീ തിരിച്ചു പോകുമെന്ന് പറഞ്ഞെങ്കിലും അത് തൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി തൻ്റെ ഗുരുവായിരിക്കുന്ന അതുവരെയും കൊണ്ട് നടത്തിയ ഏലിയാവിൻ്റെ പുറകെ എലിശാസ് അത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എലിശയുടെ മനസ്സിലുള്ള ആഗ്രഹം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചപ്പോൾ എലിശ പറഞ്ഞത് ഇതാണ്, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. അതാണ് ആ പുറകെ നടന്നതുകൊണ്ട് ഒരു കണ്ടീഷൻ വെച്ചു, ദൈവം എന്നെ എടുക്കുന്നത് നീ കാണുന്നുവെങ്കിൽ നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. നാം ചിന്തിച്ചു വരുന്നത്, ഞാൻ പറഞ്ഞത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 3 പടികളാണ്. ഒന്ന്, ആത്മീയ ജീവിതത്തിൽ ഒരു സ്ഥലം വരെ വന്ന് നിൽക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടർ അല്പം കൂടെ മുൻപോട്ട് പോയിട്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ. മൂന്നാമത്തെ കൂട്ടർ ഏതെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും ഏലിയാവിൻ്റെ പുറകെ നടന്നതുപോലെ യോർദാൻ കടന്ന് ഏലിയാവിൻ്റെ പുറകെ നടക്കുകയാണ് എലിശ. തൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ എലിയാവിൻ്റെ പുറകെ നടക്കുന്നത്. എന്നാൽ മരുഭൂമിയിൽ കൂടാണ്, മണൽക്കാറ്റടിക്കും, പൊടിമണ്ണ് വരും. അപ്പോൾ നീ എന്നെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണ് നിന്നാൽ മാത്രമേ ആ കാഴ്ച കാണത്തുള്ളൂ. ആ കണ്ണ് തുറക്കുന്ന അവസരത്തിൽ ഈ പൊടിമണ്ണും പൊടിയും ഒക്കെ കയറി കണ്ണടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എലിശയുടെ ആഗ്രഹം കൊണ്ട് അത് നോക്കി അങ്ങനെ ആ കാഴ്ച കണ്ടു ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച് തിരിച്ചു വരുന്ന എലിശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരിക്കലും നമ്മെ വിളിച്ച് ദൈവമാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളിലൊരു വേല ചെയ്യാൻ തുടങ്ങിയ ദൈവം ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ്. ഈ കാര്യങ്ങൾ ചിന്തിച്ച് നാം എവിടെയായിരിക്കുന്നു? നാം ഇറങ്ങി തിരിച്ചു നാം ഒരു പരിധി വരെ വന്നിട്ട് നിൽക്കുകയാണോ, അതോ അല്പം കൂടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുൻപോട്ട് പോയിട്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണോ, അതോ അവസാനം വരെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് നിൽക്കുക ആണോ എന്ന് നാം തന്നെ ശോധന ചെയ്ത് ഈ കർത്താവിനെ പിൻപറ്റുവാൻ ഈ വചനങ്ങളാൽ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.